കാലങ്ങളായി നമ്മുടെ പൂർവ്വപിതാക്കൾ കനൽ വഴികളിൽ, പ്രാണത്യാഗങ്ങളിൽ, രക്തസാക്ഷ്യങ്ങളിൽ സ്വായത്തമാക്കിയ ഒരു ജനാധിപത്യം അകാലത്തിൽ പൊലിഞ്ഞൊരു കറുത്ത കാലമായോ എന്ന് കേവലമാസങ്ങൾക്ക് മുൻപുള്ള ആധികളെ യമുനാ നദിയിലേക്ക് ഒഴുക്കി അധികാരക്കുന്നിൽ ജനാധിപത്യം പെരുങ്കളിയാട്ടം തുടങ്ങിയ മനോഹര കാലമാണ്. അതിന്റെ ചരിത്രത്തിലെ മഹാരാജ്യം ഇന്നേ വരെ കാണാത്ത ധ്രുവീകരണ നീക്കങ്ങൾ, ഇന്നേ വരെ കേൾക്കാത്ത കെട്ടവർത്താനങ്ങൾക്ക് പിടിച്ചു നിർത്തി പകരം വീട്ടാൻ, എണ്ണി ചോദിക്കാൻ ഈ മഹാരാജ്യത്തിന് ആളുണ്ടെന്ന പ്രഖ്യാപനത്തിൽ ഭരണപക്ഷ ബെഞ്ചിൽ അധികാരത്തിന് നെഞ്ചിൽ വാക്കുകളുടെ ഇടിമുഴക്കം തീർക്കലാണ് സാമാജികൻ റായ്ബറേലിയുടെ സമരനായകൻ. അധികാര തുടർച്ചയ്ക്ക് 10 വോട്ട് സമാഹരണത്തിന് ഏത് മതത്തിന്റെ വ്യാജവക്താക്കൾ ചമഞ്ഞ് ഏതൊക്കെ മതങ്ങളെ അപരവൽക്കരിച്ചോ ആ മതങ്ങളെയൊക്കെ ഒന്നായി നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് രാജ്യത്തിന്റെ ആത്മാവ് തുടർഞ്ഞ പ്രതിപക്ഷം പ്രഖ്യാപിക്കലാണ്. ആ വെറുപ്പിന്റെ പരിപ്പ് വേവുന്നൊരു കെട്ടകാലം ഇനി ഓർമ്മയാണ്. അപകടം മണത്ത് വ്യാഖ്യാനമെത്തിയ പ്രധാനമന്ത്രിക്ക് അപ്പോൾ തന്നെ മറുപടി. നരേന്ദ്രമോദി, BJP, RSS അയോധ്യയിലടക്കം തോറ്റമ്പയവരാണ്. നിങ്ങൾ ആരുടെയും അട്ടിപ്പേരെടുത്തങ്ങ് പേടിപ്പിക്കല്ലേ. ധറാവോമത്ത് എന്റെ ചിഹ്നം, അഭയമുദ്ര. ആ വ്യാഖ്യാനക്കടിയിൽ വീണുപോകാതെ വിലക്കയറ്റവും കർഷകന്റെ കണ്ണീരും അഗ്നിവീറും പ്രവേശന പരീക്ഷാ വഞ്ചനകളുമടക്കം പോയകാല ഭരണകൂട തോൽവികളിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ ഒരു 1.25 മണിക്കൂറിൽ ഡെമോക്രസിയിൽ ബയോളജിക്കൽ അല്ലാത്ത അവതാരപ്പിറവുകളില്ലെന്നും ജനായത്തം ഒരുമ്പെട്ടാൽ തീരാവുന്നതേയുള്ളൂ പ്രഭുത്വാധികാരങ്ങളൊന്നും വാക്കുകളുടെ ഒരു വജ്രമൂർച്ചയാണ്. വേദനിച്ച പ്രധാനമന്ത്രി ഇടയ്ക്ക് കയറിയത് രണ്ടാവർത്തിയെങ്കിൽ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, കൃഷിമന്ത്രി അങ്ങനെ മന്ത്രിപ്പട പെടാപ്പാടുപെട്ട രക്ഷാപ്രവർത്തനത്തിന്റെ തുടർച്ചയിൽ വരുന്നുണ്ട്. മാമട്ടി മാനുഷ് എന്ന വങ്കനാടൻ മുദ്രാവാക്യത്തിന്റെ സൗന്ദര്യത്തിൽ മഹുവ മൊയ്ത്ര പറയലാണ്, എനിക്കെന്റെ സഭാംഗത്വം, എന്റെ വീട്, എന്തിനു ഗർഭപാത്രം പോലും നഷ്ടമായിട്ടും ആ വേട്ടക്കാലത്തിന്റെ ബാക്കി പത്രം എക്കാലത്തേക്കും ഭയത്തിൽ നിന്ന് മോചനമാണ്. അധികാര തമ്പ്രാക്കളെ വിരട്ടങ്ങ് കയ്യിൽ വെക്ക്. ഇതാ ഇന്ന് മറുപടി പ്രസംഗത്തിലും പെരുമഴ പോലെയാണ് മുദ്രാവാക്യം. ജസ്റ്റിസ് ഫോർ മണിപ്പൂർ. മോദി ഇന്നേ വരെ ഒന്നു പോകാത്തൊരു നാടിന്റെ കത്തുന്ന നീറ്റലാണ്. അങ്ങനെ വിരട്ടി വിലക്കിയാൽ തമ്പ്രാനൊന്നു കുമ്പിടാതെ വിയോജിപ്പിന്റെ കരുത്താവ് എന്ന് രാജ്യത്തോട് പറഞ്ഞത് രാഹുൽ ഗാന്ധി അല്ലത് കാലങ്ങൾക്ക് മുന്നേ സാക്ഷാൽ ഭീംറാവ് അംബേദ്കർ. ആകാശത്തോളം പടർന്ന ഭീമാകാരം കൊണ്ട് ഏത് വെറുപ്പിന്റെ അന്തകവൃക്ഷത്തിന്റെ കടക്കൽ വെട്ടാൻ സമരായുധമൊന്നേയുള്ളൂ, ജനാധിപത്യത്തിന്റെ വിശുദ്ധ പുസ്തകം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. जिन्होंने हिंदू आतंकवाद ये शब्द गढ़ने की कोशिश की थी, इनके साथी हिंदू धर्म को उसकी तुलना डेंगू, मलेरिया ऐसे शब्दों से करें और ये लोग तालियां बजाएं, ये देश कभी माफ नहीं करेगा. ശ്രീ ജോൺ ബ്രിട്ടാസ് MP, ശ്രീ ജിൻഡോ ജോൺ, ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ CR നീലൻ എന്നിവർ ചർച്ചയിൽ ആദ്യം ഞാൻ ജിൻഡോയിലേക്ക് പോകുന്നു. ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ബാലബുദ്ധി എന്ന് വീണ്ടും അധിക്ഷേപിക്കുകയാണ്. കോൺഗ്രസ് പറയുന്നത് കള്ളം മാത്രമാണ് എന്ന് പറയുകയാണ്. 2014 മുൻപ് അഴിമതി മാത്രമേ നടന്നുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും സഭയിൽ പറയുന്ന ആദ്യമല്ല. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന് മോഡി പറഞ്ഞത് മറുപടിയായി കോൺഗ്രസിന് ഫീൽ ചെയ്തോ? തീർച്ചയായിട്ടും ഇല്ല ഹാഷ്മി. അതിലെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിൽ എപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അദ്ദേഹം നേരിടുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഡയറക്റ്റായിട്ട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം രാജ്യം അതിനു മുമ്പ് ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളെ, കോൺഗ്രസ് നേതാക്കന്മാരുടെ കുടുംബത്തെയൊക്കെ ആക്ഷേപിക്കുന്നതിനപ്പുറത്തേക്ക് ഫാക്റ്റ് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അദ്ദേഹം പ്രസംഗിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് തന്നെ രാഹുൽ ഗാന്ധിക്ക് ബാലബുദ്ധിയാണെന്നുള്ള വ്യക്തിയാധിക്ഷേപം നടത്തുന്നതിനപ്പുറം അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി ഇന്നലെ ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇഴകീറി പരിശോധിച്ച് കിടക്കാനായിട്ട് നരേന്ദ്രമോദിക്ക് പറ്റിയില്ല. അദ്ദേഹം പരാജയപ്പെട്ടു. മാത്രമല്ല 2014 മുമ്പ് ഈ രാജ്യത്ത് അഴിമതി ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ പേരിൽ പ്രചരണം നടത്തി അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ കാലത്താണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി കഥകൾ പുറത്തു വരുന്നത്. ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഒരുപോലെ കൊള്ളയടിച്ച പെട്രോളിയം നികുതി കൊള്ള തുടങ്ങി, അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് തുടങ്ങി, അദാനിയുടെ ഷെൽ കമ്പനിയിലേക്ക് വന്ന 20,000-ലധികം കോടികളുടെ കഥ അടക്കം ഇങ്ങനെ നിരവധിയായിട്ടുള്ള അഴിമതികളൊക്കെ ഈ രാജ്യത്ത് നടക്കുമ്പോൾ, ഈ രാജ്യത്തെ പൊതുപരീക്ഷകളുടെ ചോദ്യക്കടലാസുകൾ നിരന്തരം ചോരുമ്പോൾ എന്തിന് ഇവർ കൊട്ടിഘോഷിച്ച് നടപ്പാക്കി പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം നടത്തിയ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര പോലും ചോർന്നൊലിച്ച് ശ്രീകോവിലിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അഴിമതിയെക്കുറിച്ച് ഇപ്പോഴും അദ്ദേഹം പഴയ സർക്കാരുകളെ കുറ്റം പറയുമ്പോൾ 10 വർഷക്കാലം അദ്ദേഹം രാജ്യം ഭരിച്ചപ്പോൾ എന്താണ് ചെയ്തത് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ജോൺ ബ്രിട്ടാസ്, നമ്മൾ ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ ചർച്ചയിലിരിക്കുമ്പോൾ താങ്കൾ പറയുന്നുണ്ടായിരുന്നു പുള്ളിപ്പുലിയുടെ പുള്ളിമായ്ക്കൽ അസാധ്യമാണ്.
അതുകൊണ്ട് എണ്ണി 3 കാരണങ്ങൾ പറഞ്ഞ് എന്തുകൊണ്ട് ഈ സർക്കാരിൽ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു മാറ്റമുണ്ടാകും താങ്കൾ കരുതുന്നില്ല എന്ന് താങ്കൾ പറയുന്നുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇന്നലെ സഭയിൽ കണ്ട രാഹുൽ ഗാന്ധിയുടെ സ്കാറ്റിംഗ് അറ്റാക്കും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ മറുപടി പ്രസംഗം നടത്തുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ജസ്റ്റിസ് ഫോർ മണിപ്പൂർ, 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 ജസ്റ്റിസ് ഫോർ മണിപ്പൂർ എന്ന മുദ്രാവാക്യം ഇടതടവില്ല. ഒരുപക്ഷെ മോദിയുടെ ശബ്ദത്തിന് മുകളിൽ കേട്ട മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോഴും താങ്കൾ അന്ന് പറഞ്ഞതിൽ നിന്ന് മാറാൻ ഒന്ന് മാറ്റി പറഞ്ഞേക്കാം തോന്നുന്നുണ്ടോ ശ്രീ ജോൺ ബ്രിട്ടാസ്? ഇല്ല, യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ സ്വഭാവവും അതുപോലെ തന്നെ BJP ഗവൺമെൻറ്റിൻ്റെ സ്വഭാവവും അണുവിട മാറുന്നില്ല എന്നതിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ ഈ ഹ്രസ്വമായിട്ടുള്ള പാർലമെൻറ്റ് സമ്മേളനം. മോഡിയുടെ പ്രസംഗം, സുദീർഘമായൊരു പ്രസംഗം, പ്രതിപക്ഷ ബഹളത്തിൽ അലങ്കോലപ്പെട്ടെങ്കിലും അല്ലെങ്കിൽ ഉലഞ്ഞു പോയെങ്കിലും യഥാർത്ഥത്തിൽ മോഡി ഉദ്ദേശിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ കൃത്യമായ ഒരു വിജയം നേടാത്തത് കൊണ്ട് നിസ്സംഗതയിലേക്ക് ആഴ്ന്നു പോകുന്ന തങ്ങളുടെ അണികളെ ഒന്ന് ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അൺപാർലമെൻ്ററിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു 100 തവണയെങ്കിലും ജൂട്ട് എന്നുള്ള വാക്ക് പറഞ്ഞു. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ പ്രസക്തമായ പല കാര്യങ്ങളും സ്പീക്കർ ഡിലീറ്റ് ചെയ്ത് എക്സ്പെഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് മോഡിയുടെ പ്രസംഗം ഇന്ന് നടന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ജൂട്ട്, ബാലബുദ്ധി, യഥാർത്ഥത്തിൽ ഒരു മെൻ്റലി ചലഞ്ചഡിൻ്റെ ഹിന്ദി വാക്ക് പോലും അദ്ദേഹം ഉദ്ദേശിച്ചു. കേവലപരമായിട്ടുള്ള പാർലമെൻ്ററി രീതി അറിയാവുന്നവർക്കറിയാം ജൂട്ട് എന്നുള്ള വാക്ക് അൺപാർലമെൻ്ററിയാണ്. ഇനി യഥാർത്ഥത്തിൽ മോഡിയുടെ പ്രസംഗം ഒരു രാഷ്ട്രീയ പ്രസംഗമാകുന്നത് യഥാർത്ഥത്തിൽ അസത്യമാണ് അദ്ദേഹം നിറച്ചത്. അദ്ദേഹം വിവേകാനന്ദനെയും അംബേദ്കറെയും ഒക്കെ കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ ഈ അംബേദ്കർക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവാണ് മോഡി. അംബേദ്കർ ഹിന്ദു കോഡ് കൊണ്ടുവന്നതിനെതിരെ അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചവരാണ് RSSകാർ. അദ്ദേഹം യഥാർത്ഥത്തിൽ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാനുള്ള അന്നത്തെ കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഹിന്ദു കോഡിനെതിരെയുള്ള ഒരു വിധി എഴുത്തായിരുന്നു, അല്ലെങ്കിൽ വോട്ടിംഗ് ആയിരുന്നു. അദ്ദേഹം എന്തുകൊണ്ടാണ് ഹിന്ദുമതം ഉപേക്ഷിച്ച് പോയത് എന്നുള്ളത് യഥാർത്ഥത്തിൽ RSSൻ്റെ ഈ ജാതി ബ്രാഹ്മണിക്കലായിട്ടുള്ള ഈ മേധാവിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു. RSSും അംബേദ്കറും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, എക്കാലത്തും അംബേദ്കർ RSS പ്രത്യയശാസ്ത്രത്തിനെതിരെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിനാണ് RSS മനുസ്മൃതി കത്തിച്ചത്? RSS രൂപീകൃതമായത് 2 വർഷത്തിന് ശേഷമാണ് മനുസ്മൃതി കത്തിച്ചതെന്ന് വിചാരിക്കുക. 1950കളുടെ 56-ലോ 57-ലോ മറ്റെയാണ് അംബേദ്കർ ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതത്തിലേക്ക് പോയത്. അത് ഇവരുടെ ഈ സനാതന ധർമ്മത്തിൻ്റെ ഒരുപക്ഷെ അതിൻ്റെ RSS പ്രചാരവേലയ്ക്കെതിരെയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. ഇനി വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗം എന്ന് പറയുന്നത് മതവിദ്വേഷം കൊണ്ട് ഭൂമിയെ ചോരയിൽ മുക്കുന്നതിനെതിരെയുള്ള ഒരു പ്രസംഗമായിരുന്നു. ഇപ്പോൾ വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് മോഡി ലോകസഭയിൽ നിന്ന് മറുപടി പറഞ്ഞത്. യഥാർത്ഥത്തിൽ എനിക്ക് സങ്കടം തോന്നുന്നൊരു കാര്യം, എത്ര കണ്ട് വികൃതമാക്കപ്പെടുന്ന ഒരു ചരിത്രമായി ഇന്ത്യയുടെ ചരിത്രം മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പ്രതിപക്ഷത്തിൻ്റെ ബഹളത്തിന് ഒരു പ്രസക്തിയുണ്ട്. എന്താ കാരണം വെച്ചാൽ 1 വർഷത്തിലേറെയായിട്ട് ഒരു സംസ്ഥാനം നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് പാർലമെന്റിൻ്റെ ഉള്ളിൽ കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. മാത്രമല്ല 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂർ കത്തുമ്പോൾ ഇതുവരെ പ്രധാനമന്ത്രി അങ്ങോട്ട് പോകാനുള്ള താല്പര്യം കാണിച്ചിട്ടില്ല. ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ഈ പാർലമെന്ററി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രവണതകൾക്ക് ആക്കം കൂടുന്ന ഒരു രംഗമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇപ്പം ഞാൻ തന്നെ രാജ്യസഭയിൽ പ്രസംഗിച്ചപ്പോൾ എത്രയോ തവണയാണ് ചെയർമാൻ എന്നെ തടസ്സപ്പെടുത്തിയത്. ഓരോ വാചകം പറയുമ്പോൾ തടസ്സപ്പെടുത്തുക. അത് മാത്രമല്ല, RSS എന്നുള്ള വാക്ക് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് രേഖയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുക. അതായത് പ്രിസൈഡിങ് ഓഫീസേഴ്സ്, സ്പീക്കറും ചെയർമാനും ഒക്കെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യുക. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ നീക്കുന്നു. ആ പ്രസക്തമായ ഭാഗങ്ങൾ ഏതാണെന്ന് ഞാനൊന്ന് പരിശോധിച്ചു. യഥാർത്ഥത്തിൽ ഈ BJPയുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. നിങ്ങൾ ഹിന്ദുമതത്തിൻ്റെ കുത്തക അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ കുത്തക തരാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഹിംസയെക്കുറിച്ചാണ് എപ്പോഴും പറയുന്നത്. ഹിംസയല്ല ഹിന്ദുമതം.
യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ? അപ്പോൾ മർമ്മത്തെയൊക്കെ യഥാർത്ഥത്തിൽ എടുത്തു കളഞ്ഞു. അതേസമയം ഭരണകക്ഷിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ എല്ലാ ജൽപ്പനങ്ങളും ആ രേഖകൾ തുടരുകയാണ്. അത് രാജ്യസഭയിലാണെങ്കിലും ലോകസഭയിലാണ്. ഇന്നത്തെ മോഡിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിയുടെ ജാള്യത മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കവല പ്രസംഗമായിരുന്നു. താങ്കൾ പറഞ്ഞില്ലേ മണിപ്പൂരിനെ കുറിച്ച്, താങ്കൾ പറഞ്ഞില്ലേ മണിപ്പൂരിലെ MP ഇന്നലെ നിങ്ങൾ പിൻബെഞ്ചിലേക്ക് പോയാൽ മ്ലാനവതരായിട്ടുള്ള BJP അംഗങ്ങളെ കാണാൻ കഴിയുമായിരുന്നു. ഉറപ്പായും. ഇന്ന് സിജോൺ ബ്രിട്ടാസ് മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞു. മണിപ്പൂരിലെ MP, അവിടുത്തെ കോൺഗ്രസ് MP ഇന്നലെ സഭയിൽ സംസാരിക്കുന്നുണ്ട്. പ്രേക്ഷകർ കേൾക്കാത്തതിന് കാരണം അത് രാത്രിയായിരുന്നു. ഒന്ന് കേട്ടു നോക്കൂ മണിപ്പൂരിലെ കോൺഗ്രസ് MPയുടെ ഇന്നലെ രാത്രി സഭയിൽ പറഞ്ഞ വാക്കുകൾ. 5 years after independence, can you negate this fact? We are talking about the inclusion of the Northeast history after 75 years. That's a classic exclusion. India was an anthropological subject, not a historical subject in the eyes of the colonial forces. And today, the Northeast remains outside of the history of the Indian history textbook. That is why you treat them as the other. And that's the silence. And the silence on the Manipur tragedy is not unique. It is a reflection of this general continuity of the colonial in the post-colonial. It is sad to see a nationalist party like the BJP will feel comfortable with this silence on the tragedy of Manipur. Keep your hands on your heart and think about the 60,000 people who are linguistic in relief camps. And those mothers, those widows, think of കോൺഗ്രസ് them. MP ആയിരുന്നു. അവിടെ സഭയിൽ, അവിടെ മണിപ്പൂരിൽ കാലങ്ങളായി നടക്കുന്ന, കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്ന കലാപത്തിൽ, കൊള്ളുവെപ്പിൽ കാർഗിൽ ജവാന്റെ ഭാര്യയടക്കം നേരിടേണ്ടി വന്ന ബലാത്സംഗങ്ങളടക്കം വലിയ വേദന ആ MP സഭയിൽ, ആ നാടിന്റെ MP സഭയിൽ കൃത്യമായി തന്നെ പറഞ്ഞു. ഒരുപക്ഷെ അതും കൂടി ഇന്ന് പ്രതിപക്ഷം മണിപ്പൂർ, ജസ്റ്റിസ് ഫോർ മണിപ്പൂർ എന്ന മുദ്രാവാക്യം ഉയർത്താൻ കാരണമായിട്ടുണ്ടാകും. ശ്രീ യുവരാജ് ഗോകുൽ, അപ്പോൾ എന്തുകൊണ്ട് ഇന്ന് മണിപ്പൂർ അവിടെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു എന്നതിന്റെ മറുപടി ഞാൻ താങ്കളെ മണിപ്പൂർ എന്നുള്ള MPയുടെ വാക്കുകൾ കൂടെ തന്നെ കേൾപ്പിച്ചു. യുവരാജ് ഗോകുൽ, ഇലക്ഷന് തൊട്ട് മുൻപ് ഒരു ചാനൽ അഭിമുഖത്തിൽ കോനെ രാഹുൽ എന്ന് പരിഹസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതിനുശേഷം രാഹുൽ ഗാന്ധി കരുത്തോടെ വന്ന് ഇന്നലെ സഭയിൽ കണക്കറ്റ് പ്രഹരിച്ചിട്ടും ഇന്നും രാഹുൽ ഗാന്ധിക്ക് ബാലബുദ്ധി എന്ന പഴയ നറേറ്റീവിൽ നിൽക്കുകയാണോ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി യുവരാജ് ഗോകുൽ? അല്ല, ഹാഷ്മി കോയ രാഹുൽ അപഹസിച്ചു. ആരപഹസിച്ചു? ഞാനോ? എങ്ങനെ കേട്ടില്ല? എനിക്ക് ക്ലിയർ ആയില്ല. താങ്കൾ എന്തോ വേറെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ക്ലിയർ ആവാത്തതാണ്. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. താങ്കൾ പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ. അല്ല, ഞാൻ ചാനൽ ചർച്ചയിൽ കോയ രാഹുൽ എന്ന് പറഞ്ഞ അധിക്ഷേപിച്ചു. എന്താ എനിക്ക് മനസ്സിലായില്ല. താങ്കൾ വേറെന്തോ ആലോചിച്ചിരുന്നു, കേട്ടതിന്റെ പ്രശ്നമാണ്. ബാലബുദ്ധി എന്ന് വിളിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. അല്ല, ഞാൻ എന്തോ ചാനൽ ചർച്ചയിൽ എന്തോ പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞില്ല. അങ്ങനെയല്ലേ പറഞ്ഞു തുടങ്ങിയത്? ഇല്ലെന്ന്, താങ്കൾ വേറെന്തോ കേൾക്കുകയാണ്. താങ്കൾ വേറെന്തോ ഞാൻ പറയാത്തത് കേൾക്കുകയാണ്. വിട്ടേക്കോ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. താങ്കൾ വേറെന്തോ ആലോചിച്ചിരുന്നു കേട്ടാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം ഇത്രത്തോളമായിട്ടും പ്രശ്നം എന്താ അറിയോ? കോനെ രാഹുൽ, ശ്രീ യുവരാജ് ഗോകുൽ, കോനെ രാഹുൽ എന്ന് ഒരു മിനിറ്റ് താങ്കൾ കേട്ടോ, ഞാൻ തിരുത്തിക്കോട്ടെ. താങ്കൾ പറഞ്ഞ വാക്ക് അത്ര നല്ല നിഷ്കളങ്കമായ വാക്കല്ലോ. കോനെ രാഹുൽ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ചാനൽ അഭിമുഖത്തിൽ ഇരുന്ന് പരിഹസിച്ചതിന് തൊട്ട് പിന്നാലെ രാഹുൽ ആരെന്ന് ബോധ്യപ്പെടുത്തിയിട്ടും ബോധ്യപ്പെടുന്നില്ല എന്നായിരുന്നു ചോദ്യം. ഓക്കെ 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 ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ. അതെ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അതായത് ഈ ഹാഷ്മി 1977 ഈ നമ്മുടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 155 സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്. അന്ന് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും പറഞ്ഞു, ഇന്നും മാധ്യമങ്ങൾ പറയുന്നുണ്ട്, കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിച്ചു, കോൺഗ്രസ് കനത്ത പരാജയം നേരിട്ടു, കോൺഗ്രസിനെ തൂത്തെറിഞ്ഞു ഈ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ നിന്ന് 99 സീറ്റ് 543 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ കോൺഗ്രസ് കരുത്ത് കാട്ടി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
ഞങ്ങൾക്ക് വലിയ സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു കരുത്തും ഇനി ഇവിടെ കാട്ടാനുമില്ല. കാട്ടാവുന്നതിൻ്റെ മാക്സിമം ഒക്കെ അവർ കാട്ടിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, താങ്കൾ ഇവിടെ ഫാക്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാ വിഷയത്തിലും മറുപടി പറയും കേട്ടോ. ഒരു വിഷയത്തിൽ നിന്ന് സ്കിപ്പ് ആവാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്രിട്ടാസ് പറഞ്ഞ വിഷയത്തിൽ ഉൾപ്പെടെ എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ട് എവിടുന്ന് പോവുള്ളൂ. ഒന്ന്, ഫാക്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കുറെ ഫാക്ട് പറഞ്ഞായിരുന്നു. ഒന്ന്, അഗ്നിവീറിന് അവർ ഷഹീദായി കഴിഞ്ഞാൽ, അവർ രക്തസാക്ഷിയായി കഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേഷൻ ലഭിക്കില്ല, ഗവൺമെന്റ് അവരെ ഷഹീദായി കണക്കാക്കുന്നില്ല എന്ന്. ഇന്ന് അതേ അഗ്നിവീറിന്റെ ഫാമിലി തന്നെ വന്ന് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന്. ബ്രിട്ടാസ് ഇവിടെ ഇരുന്നു കൊണ്ട് ജൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപാർലമെന്ററി ആണെന്ന് പറഞ്ഞല്ലോ. ബ്രിട്ടാസെ, നിങ്ങളുടെ മുന്നണിയുടെ നേതാവ് പാർലമെന്റിൽ ഇരുന്ന് പറഞ്ഞ ജൂട്ടാണ് ഇന്ന് ആ അഗ്നിവീറിന്റെ ഷഹീദായ ഫാമിലി വന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്ന സാഹചര്യം ഉണ്ടായത്. അത് താങ്കൾക്ക് അൺപാർലമെന്ററി ആയിട്ട് തോന്നും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത്രയും ദുർബലനും നുണയനുമായ ഒരു നേതാവ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് അൺപാർലമെന്ററി ആയിട്ട് തോന്നുന്നത്. സഹിക്കുക, വേറെ നിവൃത്തിയൊന്നുമില്ല. രണ്ട്, ലോക്സഭാ സ്പീക്കർ നരേന്ദ്രമോദിയെ കണ്ടപ്പോ എന്താണ് താഴ്ന്നു നിന്നു, എന്നെ കണ്ടപ്പോ പൊങ്ങി നിന്നു എന്നൊക്കെ പറയട്ടെ. അല്പത്തരം നല്ലാണ്ട് ഇതിന് എന്താണ് പറയുക? സ്പീക്കർ തന്നെ മറുപടി പറഞ്ഞു, എന്നെക്കാൾ 13 വയസ്സിന് മുതിർന്ന ഒരു മനുഷ്യനാണ്. എന്റെ സംസ്കാരം അനുസരിച്ച് മുതിർന്നവർക്ക് മുൻപിൽ അല്പം എളിമ സ്പീക്കർ സാർ, ഈ സഭയിൽ ഏറ്റവും മുതിർന്ന അംഗം താനാണ്, അതിന് അങ്ങാണ്, അങ്ങയുടെ കീഴിൽ മാത്രമേ ഞാനും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഉള്ളൂ എന്ന് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞു. അതിന് പിന്നെ മിണ്ടിയില്ല സ്പീക്കർ. സ്പീക്കർ പിന്നെ മിണ്ടിയില്ല. കംപ്ലീറ്റ് ചെയ്യട്ടെ ഹാഷ്മി, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ല, ഇതൊക്കെ അല്പത്തരമാണെന്ന് ഞാൻ പറഞ്ഞോളൂ. മറുപടി പറഞ്ഞോ അല്ലേന്നല്ല, ഇതൊക്കെ അല്പത്തരമാണ്, വേറൊന്നും കൊണ്ടില്ല, ഇതൊക്കെ അല്പത്തരമാണ്. മൂന്നാമത്തെ കാര്യം, 1938 ഹരിജനിൽ സ്പീക്കേഴ്സ് ആൻഡ് പൊളിറ്റിക്സ് എന്ന ഒരു ലേഖനത്തിൽ സാക്ഷാൽ മഹാത്മാഗാന്ധി പറയുന്നുണ്ട് കേട്ടോ. ദ സ്പീക്കേഴ്സ് പൊസിഷൻ അസ്യൂംസ് വെരി ഹൈ ഇമ്പോർട്ടൻസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. പറയേണ്ടി വന്നു. ഇല്ലല്ല, ഞാൻ പറയട്ടെ. നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവ് പറഞ്ഞു, അന്നേ പറഞ്ഞു വെച്ചാൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഞാൻ സംസാരിക്കട്ടെ, എന്റെ ടേൺ അല്ലേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ പറയുന്നേ. എന്റെ ടേൺ ആണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ പറയും. ഇവിടെ ഇത്രയും പേര് പറയുകയും ബ്രിട്ടാസ് വളരെ ശക്തമായിട്ട് നമുക്കെതിരെ സംസാരിക്കുകയും ചെയ്തപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പറയട്ടെ, MSPയുടെ കാര്യം പറഞ്ഞു. കൃഷി മന്ത്രി തന്നെ വന്ന് നിന്നിട്ട് അതിനകത്തുള്ള ലൈ എന്താണെന്നുള്ള, കള്ളം എന്താണ്, ചൂട്ട് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പാർലമെന്റിന്റെ മുമ്പിൽ തന്നെ പറഞ്ഞു. പ്രതിപക്ഷ നിലയിൽ ആർക്കും തന്നെ മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതാണ് താങ്കൾ പറഞ്ഞ ഫാക്ട്. പിന്നെ മഹുവ മോയിത്രയുടെ കാര്യം, മഹുവ മോയിത്ര എന്തോ ആരോ നിശബ്ദരാക്കാൻ ശ്രമിച്ചു. മഹുവ മോയിത്ര തിരിച്ചവിടെ വന്ന് തന്നെ സംസാരിക്കും. മഹുവ മോയിത്രയ്ക്ക് സംസാരിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളിലേക്ക് പോകാൻ പറയണം. കഴിഞ്ഞ ദിവസം അവിടെ ഒരു പെൺകുട്ടിയെ പബ്ലിക്കായിട്ട് നടു റോട്ടിലിട്ട് തല്ലുന്ന സമയത്ത് മഹുവ മോയിത്രയ്ക്ക് സംസാരിക്കണ്ടായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് എതിർ പാർട്ടിയിലെ ഒരു സ്ത്രീയെ നഗ്നയാക്കി അവിടെ നടത്തിച്ചുകൊണ്ട് പോകുമ്പോ മഹുവ മോയിത്രയ്ക്ക് സംസാരിക്കണ്ടായിരുന്നു. മഹുവ മോയിത്രയ്ക്ക് പാർലമെന്റിൽ മാത്രമേ ശബ്ദം ഉയരുള്ളൂ. അതൊരു വല്ലാത്ത ശബ്ദമാണ്. അത് മാത്രമല്ല ഹാഷ്മി, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ, ഈ മുന്നണിയോട് എനിക്ക് ചോദിക്കാനുള്ള, നിങ്ങളുടെ തന്നെ ഒരു നേതാവ് MLA ഹമീദ്പൂർ റഹ്മാൻ ഇന്നലെ പറഞ്ഞത്, വെസ്റ്റ് ബംഗാളിൽ നടന്ന ഇൻസിഡന്റിനെ കുറിച്ച് പറഞ്ഞത്, ആ സ്ത്രീ ഒരു പോക്ക് കേസാണ്, അതുകൊണ്ടാണ് ആ സ്ത്രീയെ തല്ലിയത്. മുസ്ലിം രാഷ്ട്രത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. നിങ്ങൾ ചർച്ച ചെയ്തോ ഹാഷ്മി? നിങ്ങൾക്ക് ചർച്ചയില്ലേ? ചോർച്ച അന്വേഷിച്ചു നിങ്ങൾ വേട്ടയാടാവുന്നതിന്റെ പരമാവധി വേട്ടയാടി, അന്വേഷിക്കാവുന്നതിന്റെ പരമാവധി അന്വേഷിച്ചു. അവരെ വിളിച്ചു വരുത്തി അവരോട്, ഒരു സ്ത്രീയോട് ചോദിക്കാൻ കൊള്ളാത്ത ചോദ്യങ്ങൾ ചോദിച്ചു. അവിടെ പ്രധാനമന്ത്രി സംസാരിച്ചത് 2 തവണയാണ്. അവിടെയൊക്കെ പരാജയപ്പെട്ട് നിഷ്പ്രഭമാക്കി വീണ്ടും മഹുവ മൊയ്ത്ര സഭയിൽ വന്ന് പറയുകയാണ്, BJP നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ, എന്റെ ശബ്ദം അടയ്ക്കാൻ നോക്കിയിട്ട് നിങ്ങളുടെ നഷ്ടം 63 അംഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് യുവരാജ് ഗോകുലിനും പൊള്ളും. അത് കുറ്റമല്ല, പറഞ്ഞോളൂ. മൊയ്ത്ര മാത്രമല്ല, അത് അടുത്ത വരുന്നുണ്ട്, ചന്ദ്രശേഖർ ആസാദ് റാവൺ അടുത്ത വരുന്നുണ്ട്. ആവനാഴിയിൽ ആയുധങ്ങൾ തീർന്നിട്ടില്ല യുവരാജ്. ഞങ്ങളുടെ നഷ്ടം 63 സീറ്റുകളല്ല, ഞങ്ങളുടെ നേട്ടം 293 സീറ്റുകളാണ് ഹാഷ്മി. ഞങ്ങൾ BJPയുടെ മാത്രം നേട്ടം എന്ന് പറയുന്നത് 240 സീറ്റുകളാണ് ഹാഷ്മി. രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ പ്രായം 54 അദ്ദേഹം 100 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും ശരി തന്നെയാണ്. ഈ ഇന്ത്യയിൽ BJP അല്ലാതെ ഒരു പാർട്ടി പോലും ഇനി 200 എന്ന് പറയുന്ന സംഖ്യ പോലും തൊടാൻ പോകുന്നില്ല. പിന്നല്ലേ 240, വേറെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. 2, ഇനി അംബേദ്കറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ചു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്.
അംബേദ്കറിന്റെ റെസിഗ്നേഷൻ അല്ലല്ല കഴിഞ്ഞിട്ടില്ല റെസിഗ്നേഷൻ സ്പീച്ചിനെ കുറിച്ച് മണിപ്പൂരുണ്ട് വിഷയം. എനിക്ക് മറുപടി പറയാനുണ്ടെന്ന് നിൽക്കൂ. റെസിഗ്നേഷൻ സ്പീച്ചിനകത്തുള്ള ഒരു വരി ഞാൻ വായിക്കാം. നരേന്ദ്രമോദി എന്തോ പറഞ്ഞതാണല്ലോ കുഴപ്പം എന്ന് പറഞ്ഞ് ബ്രിട്ടാസ് അതിനെ ബാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നേ. അതായത് I have been wondering whether there is any other parallel in the world to the condition of scheduled caste in India. I cannot find any. And yet, why is no relief granted to scheduled caste? Compare the concern the government shows over safeguarding the Muslims. ആരുടെ? അംബേദ്കറുടെ വാചകങ്ങളാണ് കേട്ടോ. The Prime Minister's whole time and attention is devoted for the protection of the Muslims. I yield to none, not even to the Prime Minister, in my desire to give the Muslims of India the utmost protection എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ. അതിന് സമയം കഴിഞ്ഞില്ലേ? താങ്കൾ ഈ പറയുന്ന ഒരു ചെറിയ താങ്കളുടെ പ്രതികരണ സമയത്ത് താങ്കൾ എത്ര തവണയാണ് മുസ്ലിം എന്ന് പറഞ്ഞത്? മണിപ്പൂർ കൂടി പറ. ഈ മഹുവ മൊയ്ത്ര പറയുകയാണ് നിങ്ങൾ മുസ്ലിം എന്ന് പറയുന്നു, നിങ്ങൾ മുല്ല എന്ന് പറയുന്നു, നിങ്ങൾ മദ്രസ എന്ന് പറയുന്നു, നിങ്ങൾ മച്ചരി എന്ന് പറയുന്നു, നിങ്ങൾ മട്ടൻ എന്ന് പറയുന്നു, നിങ്ങൾ മുജ്ര എന്ന് പറയുന്നു, നിങ്ങൾ മണിപ്പൂർ എന്ന് ഒന്ന് തുറക്ക് എന്ന് മൊയ്ത്ര പറയുമ്പോൾ യുവരാജിനും പൊള്ളും. ശരിയാണത്താം. ശരി, നമുക്ക് ചരിത്രത്തിലേക്ക് അധികം സമയം, നമുക്ക് ചരിത്രത്തിലേക്ക് ഒരുപാട് സമയം, നമ്മുടെ സമയം വരുന്നുണ്ട്. ഓക്കെ ശരി, സി ആർ ദീലൻ ഇവിടെ ഞാൻ ബ്രിട്ടാസിലേക്ക് മറുപടി നമുക്ക് ഒരുപാട് ചരിത്രത്തിലേക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. സി ആർ നീലൻ ഇവിടെ ഭരണാണ് ഗോപാൽ ശങ്കർനാഥൻ എഡിറ്റ് ചെയ്ത EBC ലക്നൌവിന്റെ ഈ പറഞ്ഞ പോക്കറ്റ് എഡിഷൻ ഞാൻ ഓർമ്മ വരുത്തിച്ചു. സി ആർ ഇപ്പൊ ഇന്ന് അംബേദ്കറെ പറ്റിയൊക്കെ സഭയിൽ ചർച്ച ഉണ്ടായ ദിവസമാണ് ഇന്നിപ്പോ. ഓക്കെ സി ആർ ഇന്ന് രാഹുൽ ഗാന്ധി അഗ്നിവീറിനെ പറ്റി പറഞ്ഞതിലടക്കം വസ്തുതാവിരുദ്ധതയുണ്ടോ എന്ന് വേറെ ചർച്ചകൾ നടക്കട്ടെ. പക്ഷെ 2 ദിവസമായി രാജ്യത്തിന്റെ സഭയിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ 10 വർഷമല്ല 15 വർഷമായി കാണാത്ത ഒരു സംവാദ മുഖമാണ്. ഒരു ജനാധിപത്യവാദത്തിക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ടതിൽ. സിയാർ തീർച്ചയായിട്ടും. ഒന്നാമത് എനിക്കിന്ന് പ്രധാനമന്ത്രിയെക്കുറിച്ച് ആദ്യം പറയാനുള്ളത് തലമുറ മാറ്റം ഇന്ത്യയിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാലം ഏതാണ്ട് തീരുകയാണ്. ഞാൻ വയസ്സിൻ്റെ ജീവിതകാലമല്ല, അദ്ദേഹം ചിന്തിക്കുന്ന രീതിയിലല്ല ഇന്ത്യയിലെ യുവത്വം ചിന്തിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ കാണുന്നത്. അതിലെ അദ്ദേഹത്തിൻ്റെ ആദിയാണ് കുട്ടി എന്നുള്ള വിളി. നമ്മുടെ നാട്ടിൽ എപ്പോഴും ഈ തലമുറ മാറ്റ കാലത്ത് ഈ വയസ്സായ ആളുകൾ, തലനിറച്ച ആളുകൾ, വിജയമാഷ് പറയുന്ന പോലെ മറ്റുള്ളവരെ കുട്ടി എന്ന് വിളിക്കും. നീയൊക്കെ ഒരു കുട്ടിയാണ് എന്ന് മോഹൻലാൽ പറയുന്ന ഡയലോഗ് പോലെ ഈ കുട്ടി എന്ന് വിളിക്കുന്നത് തൻ്റെ ഉള്ളിലെ വൃദ്ധത്വമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കുട്ടി എന്ന് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നലത്തെ പ്രസംഗത്തെ സംബന്ധിച്ച് ഏറ്റവും നേരത്തെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ കിടക്കുന്നില്ല. ഏറ്റവും പ്രധാനമായ കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോഡിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായ അയോധ്യയിലടക്കം, വാരണാസിയിലടക്കം, അമേഠിയിലടക്കം ഉണ്ടായ ഫൈസാബാദ് അടക്കം ഉണ്ടായ വലിയ തിരിച്ചടികൾക്ക് കാരണമെന്ത് എന്ന് ആലോചിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയില്ല. അത് മറച്ചു പിടിക്കാൻ വീണ്ടും ആ പഴകിയ അല്ലെങ്കിൽ വളരെ കാലഹരണപ്പെട്ട ഹിന്ദുത്വം എന്ന് പറഞ്ഞു കൊണ്ടുവരികയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി അത് പറഞ്ഞല്ലോ, ഞങ്ങൾ വിശ്വസിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഹിന്ദുത്വത്തിലാണ്. അങ്ങനെ പറയാൻ BJP എന്നെങ്കിലും തയ്യാറാവും. എന്നെങ്കിലും ഒരിക്കൽ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്, അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കാൻ അവിടേക്കാണ് ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു വരേണ്ടത്. ഇന്ത്യൻ ജനാധിപത്യം എല്ലാവരെയും, മണിപ്പൂരിലെ സുഹൃത്ത് പറഞ്ഞു കേട്ടില്ലേ, ഇൻക്ലൂസീവായൊരു ജനാധിപത്യം, എല്ലാവരെയും പരിഗണിക്കുന്ന ജനാധിപത്യം. രണ്ടാമത്തെ കാര്യം, ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു വിഷയത്തിനും, വിലക്കയറ്റത്തിന് മറുപടി പറഞ്ഞില്ല. മണിപ്പൂർ മാത്രമല്ല, കർഷകരുടെ പ്രശ്നത്തിന് മറുപടി പറഞ്ഞില്ല. അതുപോലെ മറ്റ് നിരവധി കാര്യം ചോദിച്ചു. MSPയുടെ കാര്യം പറഞ്ഞു. MSP കൊടുക്കില്ലയോ എന്നുള്ളതല്ല, ഗവൺമെന്റിന്റെ ഔദാര്യമല്ല, ലീഗൽ ബാധ്യതയാവണം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതാക്കിയില്ലല്ലോ. അതിപ്പോഴും ആക്കിയോ? ഗൂഗിൾ പറയട്ടെ, അതിപ്പോഴും ഉണ്ടോ? ഇപ്പോൾ MSP കിട്ടിയില്ലെങ്കിൽ എനിക്ക് കോടതിയിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ ഇതിൽ പറഞ്ഞതുപോലെ ഈ പെൻഷൻ കൊടുക്കുന്ന പോലെ ഇത് ഔദാര്യമാണ്. വേണമെങ്കിൽ ഏത് ഗവൺമെന്റ് നിർത്താം. ആ വിഷയം ഇന്നത്തെ തെറ്റിദ്ധരിപ്പിച്ചു. നാലാമത്തെ ഞാൻ കണ്ട പ്രധാന കാര്യം, സഖ്യകക്ഷികളെ ആശ്രയിച്ചാണ് കോൺഗ്രസ് നിൽക്കുന്നത്. പരാതജീവി എന്ന് വിളിക്കണം, പരാതജീവി. എനിക്ക് ചിരി വരുന്നുണ്ട്. TDPയും JDUയും കൈപൊക്കിയാൽ അപ്പൊ തീരുന്നതേ ഉള്ളൂ മോഡിയുടെ രാഷ്ട്രീയം. 2 സഖ്യകക്ഷികളെ 2 പൊയ്ക്കാലിൽ നിർത്തിയിട്ടാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത്. പൊയ്ക്കാലിൽ ഞാൻ അതന്നെ പറയുന്നു. കാരണം TDP ഒക്കെ ഏതൊക്കെ കക്ഷിയാന്ന് നമുക്കറിയാം. TDP ഒരു കാലത്ത് വലിയൊരു മുന്നണിയുടെ, ഇപ്പുറത്തുള്ള മുന്നണിയുടെ നേതാവായിരുന്നു. മറുവശത്ത് JDU കഴിഞ്ഞ 6 മാസം മുമ്പ് വരെ അല്ലെങ്കിൽ 1 വർഷം മുമ്പ് വരെ ഇന്ത്യ മുന്നണിയുടെ കൺവീനറായിരുന്നു.
അവരെയൊക്കെ കൂട്ടി അവരെ പൊക്കിപ്പിടിച്ച് അവരുടെ ധൈര്യത്തിൽ നിൽക്കുന്ന മോഡി, പ്രധാനമന്ത്രിയായ മോഡി പറയുന്നു രാഹുൽ ഗാന്ധിയുടെ കിട്ടിയ സീറ്റും രാഹുൽ ഗാന്ധിയുടെ 240 ഒക്കെ ഇവിടെ എന്തോ വലിയ പൊയ്ക്കാലിലാണ്. ഇത് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം, അദ്ദേഹത്തിന് യുക്തിപരമായി ഒരിക്കലും സംസാരിച്ചിട്ടില്ല. വായിൽ കോലിട്ട് കുത്തിയാൽ മിണ്ടാത്ത പ്രധാനമന്ത്രി എന്നാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. പാർലമെന്റിൽ അദ്ദേഹം ഏതെങ്കിലും ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറയാറില്ല. അദ്ദേഹത്തിന് തോന്നിയ എന്തെങ്കിലുമൊക്കെ പറയും. ഇവിടെയും അദ്ദേഹം അതാണ്, ടു ദ പോയിന്റ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ജനങ്ങളുടെ ജീവിത പ്രശ്നം, കർഷകരുടെയോ അല്ലെങ്കിൽ വിലക്കയറ്റമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും, മണിപ്പൂരടക്കം, മണിപ്പൂർ അദ്ദേഹം എന്തോ പറയാൻ പോയി. മണിപ്പൂരിൽ അവിടെ ജയിച്ചതാരാന്ന് കണ്ടല്ലോ. മണിപ്പൂരിൽ BJP പറഞ്ഞതാണ് അവിടെ ഭരിക്കുക. BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ 2 സീറ്റും കോൺഗ്രസ് ജയിക്കുന്നു. അപ്പോൾ മണിപ്പൂരിലെ ജനങ്ങളുടെ വിശ്വാസം അറിയാം. കാശ്മീരിൽ ജമ്മുവിലെ സീറ്റ് ഒഴിച്ചാൽ കാശ്മീരിലേക്ക് BJP ഇല്ല. കാശ്മീരിൽ ലഡാക്കിൽ തോറ്റു. ഞാൻ പറഞ്ഞു വന്നത് ജമ്മു കാശ്മീരിനോട് ചെയ്ത ദ്രോഹത്തെക്കുറിച്ച് പറഞ്ഞു. ജമ്മു കാശ്മീരിനോട്, മണിപ്പൂരിനോട്. കാരണം വെച്ചാൽ ഇൻക്ലൂസീവ് അല്ല ഇവർ. വീണ്ടും ഹിന്ദുത്വം പറയാം. എനിക്ക് പറയാനുള്ളത്, ഹിന്ദുത്വം ഇനി മുൻപോട്ട് കൊണ്ടുപോയാൽ ഈ ഹിന്ദുത്വത്തിൻ്റെ അജണ്ട ഇന്ത്യൻ ജനങ്ങൾ ബഹിഷ്കരിച്ചു. അയോധ്യയിലെ ജനങ്ങൾ ബഹിഷ്കരിച്ച ഹിന്ദുത്വത്തിൻ്റെ അജണ്ട ഇപ്പോൾ നമ്മുടെ നേരെ ഇന്ത്യൻ പാർലമെന്റിൽ പറയുമ്പോൾ ജിൻഡോ, അത് വിജയിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം വിജയിക്കേണ്ടത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണെന്നേ. എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ വ്യാഖ്യാനമാണല്ലോ ഇതിന്റെ. എന്താണ് മംഗൽസൂത്രം പൊട്ടിപ്പറിച്ചെടുത്ത് എന്താണ് ഗുസ്പേട്ടുകൾക്ക് കൊടുക്കും എന്നത്രത്തോളം വലിയ വ്യാഖ്യാനമോ വളച്ചൊടിക്കലോ അല്ല. അപ്പൊ അത് അവിടെ എറിക്കാതിരുന്നിട്ടും വീണ്ടും ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ പ്രധാനമന്ത്രി ഇന്ന് പ്രധാന പോയിന്റായി വ്യാഖ്യാനിച്ച് പറയുന്നുവെങ്കിൽ സഭയിൽ മാറാൻ ഉദ്ദേശമില്ല. ബാലക് ബുദ്ധി എന്ന് വിളിക്കുകയാണ്. ഏതോ സിനിമ, ഷോലെ സിനിമ എടുത്തുകൊണ്ട് മൗസി എന്നൊക്കെ പരിഹസിക്കുകയാണ്. അപ്പോൾ നരേന്ദ്രമോദി എങ്ങനെയായിരുന്നു അങ്ങനെ തുടരും സഭയിൽ ഇനിയും. ജിൻഡോ, അല്ല, രാഹുൽ ഗാന്ധിയെ ബാലക് ബുദ്ധി എന്നൊക്കെ വിളിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ശൈലിക്കനുസരിച്ച് അദ്ദേഹം പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ 65% ആളുകൾ 35 വയസ്സിൽ താഴെയുള്ള ആളുകളാണ്. ഈ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണം CR നീലകണ്ഠൻ സാർ പറഞ്ഞ പോലെ തന്നെ ഈ യൗവനത്തോടുള്ള ഓക്കാനമാണ് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണം. അത് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധി പറഞ്ഞ വിഷയങ്ങളെ വസ്തുതാപരമായിട്ട് അതിനെ ഖണ്ഡിക്കുന്നതിന് പകരം അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനാണ് നരേന്ദ്രമോദി മുമ്പ് എങ്ങും ചെയ്തതുപോലെ തന്നെ ഇന്നും ചെയ്തത്. ഇവിടെ യുവരാജ് തന്നെ ഈ ചർച്ചയിൽ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു. ഹാഷ്മി പലവട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടും മണിപ്പൂരിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല. പിന്നെ അഴിമതിയെക്കുറിച്ച് പറയുന്ന നരേന്ദ്രമോദിയോട് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും ഒക്കെ പ്രതിപക്ഷ ചേരിയിലുള്ള ആളുകളൊക്കെ നരേന്ദ്രമോദി നടത്തുന്ന കാട്ടുകൊള്ളത്തരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരുന്ന ആളുകൾ ഒരൊറ്റ മഴയിൽ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർന്നൊലിച്ചപ്പോൾ അത് ആളുകൾ വിശ്വസിച്ചു. റോഡും പോയി, മതിലും പോയി, എല്ലാം പോയി. രാജ്യത്തെ വിമാനത്താവളങ്ങളൊക്കെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് 60 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചപ്പോൾ എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ഇടിഞ്ഞു വീഴാത്ത വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും കോൺഗ്രസ് ഉണ്ടാക്കിയതാണ്. ഇന്ന് ഈ പറഞ്ഞ നരേന്ദ്രമോദി വന്നതിന് ശേഷം പണിതതെല്ലാം 10 വർഷം പോലും തയ്ക്കാതെ ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ലക്ഷണം എന്താ? ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്ത ആളുകളൊക്കെ ഇന്ന് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക്, ഇവർ ദൂരദർശനിലൂടെ ലൈവായിട്ട് ആരതി കാണിച്ച ക്ഷേത്രത്തിൻ്റെ പൂജാമുറിയിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം വരുന്നു. അതുമാത്രമല്ലെന്നേ, ഒരൊറ്റ മഴയിൽ നരേന്ദ്രമോദിയുടെ അഴിമതി വെളിവാക്കപ്പെടുമ്പോൾ ഇവർക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. ആ മണ്ണിൽ വേറെ എന്തുമാവട്ടെ, BJPയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള അവർ ഇട്ട വിഷവിത്ത് ഏറ്റവും കൂടുതൽ വിളയിക്കാൻ നോക്കിയ മണ്ണിൽ, അയോധ്യയുടെ ഭൂമിയിൽ BJP തോറ്റു. അതിന് മറുപടി പറയണ്ടേ? ഇന്ത്യ മുന്നണിയുടെ സീറ്റ് കൂടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റ് 90-100 എത്തി എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ പ്രായം ഇരട്ടിയായാലും കോൺഗ്രസ് വിജയിക്കില്ല എന്നൊക്കെ ആത്മവിശ്വാസം പറയുന്ന BJPയുടെ പ്രതിനിധി എന്തുകൊണ്ട് അയോധ്യ രാമക്ഷേത്ര ഭൂമിയിൽ എന്തുകൊണ്ട് BJP തോറ്റു എന്ന് പറയാൻ കഴിയണം? ഈ രാജ്യത്തെമ്പാടും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഓടി നടന്ന് വർഗീയതയും വിദ്വേഷവും വിഷവും വിളമ്പിയ മണ്ണിലൊന്നും അവർ വിജയിച്ചില്ല. എന്തുകൊണ്ട് അങ്ങനെ പറ്റി എന്ന് അവർ പറയണം. ഈ രാജ്യത്തെ മനുഷ്യർക്ക് നരേന്ദ്രമോദിയെ തിരിച്ചറിയാൻ കിട്ടിയ അവസരമായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിലൊരു സംശയവും വേണ്ട. പിന്നെ താങ്കളോടൊരു കാര്യം പറയാം. പദവി എന്ന് പറഞ്ഞാൽ ഈ പാർലമെന്റ് അംഗങ്ങളുടെ പ്രായം നോക്കിയല്ല സ്പീക്കർ ബഹുമാനിക്കേണ്ടത്. ആ പാർലമെന്റിനകത്ത് സ്പീക്കറുടെ പദവിയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവി. സ്പീക്കർക്ക് താഴെയാണ് ബാക്കി എല്ലാവരും. അതുകൊണ്ടാണ് സ്പീക്കർ മുകളിൽ കയറിയിരിക്കുന്നത്. സ്പീക്കർക്കാണ് ഇവരെ നിയന്ത്രിക്കാനുള്ള അവകാശമുള്ളത്. ഇന്ന് ഇന്ത്യൻ
പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ സ്പീക്കർ അത് കേട്ട് ഇക്കിളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ എന്തൊക്കെ പ്രയാസമായിരുന്നു സ്പീക്കർക്ക്. സ്പീക്കർ അടക്കം പ്രധാനമന്ത്രി അടക്കം നിരവധി മന്ത്രിമാർ ഇടപെടുന്നു. 50-ലധികം പ്രാവശ്യമല്ലേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അതിനെ കേട്ടിരിക്കാനുള്ള സഹിഷ്ണുത ഇല്ലാത്ത ആളുകളാണ് ഈ രാജ്യം ഭരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം അവർക്ക് അത് ശീലമുണ്ടായില്ല. ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ അവരെ അത് ശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മറുപടി പറയാതെ ഇങ്ങനെ ഈ പഴയ തന്ത്രങ്ങളൊക്കെ വീണ്ടും പയറ്റിക്കൊണ്ടിരുന്നാൽ ഇന്നത്തെ മാതൃഭൂമി പത്രമാണ്. അതിന്റെ നന്ദി രാഹുൽ എന്നുള്ളതാണ് മാതൃഭൂമി പത്രത്തിന് ഇന്നത്തെ തലക്കെട്ട്. എന്തുകൊണ്ട് നന്ദി രാഹുൽ എന്ന് ചോദിച്ചാൽ കരുത്തുറ്റ പ്രതിപക്ഷത്തിന്റെ വരവ് പാർലമെന്റിൽ അടയാളപ്പെടുത്തിയതിന്, 2 ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ സ്ഥാനം കൃത്യമായി ബോധ്യപ്പെടുത്തിയതിന്, 3 നിയമനിർമ്മാണ സഭകൾ ഭരണപക്ഷത്തിന്റെ മാത്രം ചൊൽപ്പടിയിലാണെന്ന് മിഥ്യാബോധം തച്ചുകൊടുത്തു. സ്വാതന്ത്ര്യ സമരത്തോളം പഴക്കമുള്ള ഒരു പത്രത്തിന് ആ നിലപാട് സ്വീകരിക്കാനേ കഴിയൂ. ജോൺ ബ്രിട്ടാസ്, ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതാവാണ്. ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതാവാണ്. ഉറപ്പായും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരു കക്ഷിയുടെ നേതാവ് തന്നെയാണെന്നേ. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധി ഇന്നലത്തെ ഒരു പ്രസംഗത്തിൽ മാതൃഭൂമി പോലൊരു പ്രധാന പത്രം നന്ദി രാഹുൽ അതിനൊന്നാം തലക്കെട്ടിൽ അടിക്കുന്നുവെങ്കിൽ ഈ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് വലിയൊരു ഭാരമിറങ്ങിയ ജനാധിപത്യ വിശ്വാസിയുടെ ആശ്വാസമല്ലേ ആ പത്രത്തിലടക്കം കാണുന്നത്? ബ്രിട്ടാസ്, ഹാഷ്മി, രാഹുൽ ഗാന്ധിയോടും അദ്ദേഹം പ്രദാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയോടും എനിക്ക് രാഷ്ട്രീയ വിയോജിപ്പുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വിഷയം എന്താണ്? പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ജനാധിപത്യത്തെ നിലനിർത്താനുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമാണ്. ഇന്ത്യൻ ഡെമോക്രസിക്ക് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട അപജയം എന്താണ്? മോഡിക്ക് മുമ്പിൽ ഭരണഘടനാ സ്ഥാപനങ്ങളും ജനാധിപത്യ സ്ഥാപനങ്ങളും അടിമത്തം ആയി മാറി, അടിമകളായി മാറി. ഇപ്പോൾ സ്പീക്കറെ കുറിച്ച് എൻ്റെ ഇളയ സഹോദരൻ BJP വക്താവ് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അതായത് മുതിർന്ന ആൾക്കാരെ ബഹുമാനിപ്പിക്കാനുള്ള ഇടമല്ല പാർലമെന്റ്. അതായത് എന്തിനാണപ്പോൾ മോഡി അദ്ദേഹത്തിനെ സ്പീക്കർ സാർന്ന് വിളിച്ച് വണങ്ങുന്നത്? അങ്ങനെയാണ് മുതിർന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ വണങ്ങേണ്ടതില്ലെന്ന് തീരുമാനിച്ചാൽ മതിയോ? ഒന്നാമത്തെ സ്പീക്കർ മാവലങ്കർ മുതൽ നെഹ്റുവുമായിട്ടുള്ള ബന്ധത്തിന് കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ മുതിർന്ന ആൾക്കാരെ വണങ്ങാം, അത് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിലോ അല്ലെങ്കിൽ BJP ഓഫീസിലോ ആയിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങളുടെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കാതലായ ഭാഗങ്ങൾ എക്സ്പെഞ്ച് ചെയ്യുന്ന നിങ്ങൾ ഒരു വരിയെങ്കിലും അൺപാർലമെന്ററി ആണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു വരിയെങ്കിലും ഒരു വാക്കെങ്കിലും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് എടുത്തു കളയാനുള്ള തന്റെ ഇടം സ്പീക്കർക്കുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ സർവേയിലാകുന്നതാണ് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഇനി അദ്ദേഹം പറഞ്ഞതിലേക്ക് വരാം. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അഗ്നിവീറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, രാജ്നാഥ് സിംഗ് പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ ആ ശരിയെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. MSPയെ കുറിച്ച് പറഞ്ഞത് അത് ഞാൻ കൃത്യമായി പറയാം. അദ്ദേഹം വീണ്ടും പറഞ്ഞു ലീഗൽ ഗ്യാരണ്ടിയുടെ പ്രശ്നമാണെന്നുള്ളത്. ഇനി ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം, ഈ ഉത്തരേന്ത്യയിൽ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ബുദ്ധിപരമായി പറയുന്ന ചെറുപ്പക്കാരെ അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഈ മുതിർന്ന ആൾക്കാർ, ഇൻവെർട്ടർ കോമ കിളവന്മാർ അല്ലെങ്കിൽ ആ ഒരു സിൻഡ്രമുള്ള ആൾക്കാർ ഏത്തോ ബച്ചാഹെ എന്ന് പറയും. എന്നുവെച്ചാൽ കുഞ്ഞല്ലേ, കുട്ടിയല്ലേ എന്ന്. അതായത് ആശയങ്ങളെ തിരസ്കരിക്കാൻ വേണ്ടി ഇതുപോലുള്ള പദപ്രയോഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ പ്രസംഗത്തിൽ ബാലബുദ്ധി എന്ന് മാത്രമല്ല, അദ്ദേഹം ഷോലയിലെ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് മെന്റലി ചലഞ്ചിന്റെ വാക്കുകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചു. ഇതൊക്കെ യഥാർത്ഥത്തിൽ പാർലമെന്ററി വാക്കുകളാണോ? ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വരേണ്ട വാക്കുകളാണോ? ഇനി എൻ്റെ BJP സുഹൃത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് പ്രധാനമന്ത്രി ഊന്നിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു എങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ പറയേണ്ട കാര്യങ്ങളല്ലേ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ. ഇനി സഖ്യകക്ഷികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ 2 സഖ്യകക്ഷികളെ ഊന്നുപടികളായിട്ട് ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് സഖ്യകക്ഷികളെ കുറിച്ച് പറയുന്നത്. ഞാൻ ഒരു ചെറിയൊരു കാര്യം, അതായത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി BJPയുടെ ചന്ദ്രബാബു നായിഡു, അദ്ദേഹം ഏതാനും വർഷം മുമ്പ് പറഞ്ഞ എന്താണ്? ദ സ്യൂഡോ ചൗക്കിദാർ ഗാർഡിംഗ് ഓൺലി ഹാർഡൻഡ് ക്രിമിനൽസിനാണ് മോഡി സുരക്ഷ നൽകുന്നത്. മോഡി ഈസ് ടേക്കിംഗ് റിവെഞ്ച് ഓൺ മൈനോറിറ്റീസ്. ഇഫ് ദേ വാണ്ട് സേഫ്റ്റി, മോഡി മസ്റ്റ് ബി ഡിഫീറ്റഡ്. മോഡി ഈസ് ട്രൈങ് ടു ഡിസ്ട്രോയ് ഡെമോക്രസി. ഇത് പറഞ്ഞത് ആരാന്നറിയോ? ചന്ദ്രബാബു നായിഡു. ആ പറഞ്ഞ ആളെയാണ് സഖ്യകക്ഷിയാക്കി നിർത്തിക്കൊണ്ട് ഈ ഭരണം നടത്തുന്നത്. ശിവരാജ് ഗോകുൽ, ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ പറയുന്ന ഒരു വാക്കുണ്ട്, അത് എനിക്ക് ഇവിടെ പറയാൻ കഴിയുന്ന വാക്കാണോ പാർലമെന്ററി ആണോ എന്ന് എനിക്കറിയില്ല. തന്ത വൈബ് എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മാവനായി മുകളിൽ ഇരുന്നു കൊണ്ട് താഴേക്ക് നോക്കി കുട്ടികളെ നോക്കിക്കൊണ്ട് കുട്ടികൾ എന്ന് കളിയാക്കുന്ന ആ കോംപ്ലക്സിനെയാണ്
കുട്ടികൾ അമ്മാവൻ വൈബ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഈ അമ്മാവൻ വൈബാണോ മോഡിയുടെ പ്രശ്നം? മോഡി രാഹുലിനെ നോക്കി ബാലബുദ്ധി എന്ന് വിളിക്കാൻ കാരണം? യുവരാജ്, ഞാൻ രണ്ടാമത്തെ പോയിന്റിൽ അതിന് മറുപടി തരാം ഹാഷ്മി. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. നമ്മളൊക്കെ കണ്ടു പഠിക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹത്തിനോട് ഒരുപാട് ബഹുമാനമുണ്ട്. ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തോട് പറയണം, അങ്ങ് എന്നോട് സ്പീക്കർ പദവിയെക്കുറിച്ചിട്ടും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അങ്ങ് എനിക്ക് ക്ലാസ് എടുത്തു. ആ ക്ലാസ് മുഴുവൻ ഞാൻ കേട്ടു. അങ്ങേ ഞാൻ തിരിച്ചൊരു പേര് ഓർമ്മിപ്പിക്കുകയാണ്. ആ പേര് സോമനാഥ ചാറ്റർജി എന്നാണ്. അദ്ദേഹം സ്പീക്കർ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങൾ അദ്ദേഹത്തോടെടുത്ത നിലപാടെന്നും അദ്ദേഹത്തെ എന്തുകൊണ്ട് പുറത്താക്കേണ്ടി വരുമെന്നും അങ്ങ് ഓർക്കുന്നത് നല്ലതാണ്. അദ്ദേഹത്തെ പുറത്താക്കുന്ന സമയത്ത് നിങ്ങളുടെ ബംഗാളിലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ വാചകം ഇതാണ്: ചാറ്റർജി മേ ഹാവ് ആക്ടഡ് അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ദ പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സുപ്രീം ഇൻ കേസ് ഓഫ് പാർട്ടി മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങ് സ്പീക്കർ പദവിയെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അങ്ങയുടെ പാർട്ടി എന്താണ് സ്പീക്കർ വിഷയത്തിൽ എടുത്തിരുന്ന നിലപാടെന്ന് അങ്ങ് ഓർക്കുന്നത് നല്ലതാണ്. രണ്ട്, തന്ത വൈബ് എന്ന് പറഞ്ഞു അല്ലേ, എന്നാണ് അമ്മാവൻ പറഞ്ഞു. എന്താണ് രാഹുൽ ഗാന്ധി വിളിക്കുന്നത് ആരാണ്? രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് എന്താണ് വളരെ പ്രായമുള്ള ഒരാളാണ്. അല്ല ഞാൻ പറഞ്ഞോട്ടെ, ആയിക്കോട്ടെ. അപ്പോൾ അതൊന്ന്. രണ്ട്, രാഹുൽ ഗാന്ധിക്ക് വേറൊരു പേരുണ്ട് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചതാരായിരുന്നു? നമ്മളൊക്കെ തന്നെ ഈ ഫ്ലോറിൽ തന്നെ ചർച്ച ചെയ്തതാണല്ലോ ഹാഷ്മി. അപ്പൊ തന്ത വൈബ് അമ്മാവൻ വൈബൊക്കെ അങ്ങോട്ട് ഇരുന്നോട്ടെ, പിന്നെ കുഴപ്പമില്ല. പിന്നെ ശ്രീ സയ്യാർ നീലകണ്ഠൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് അടുത്ത തലമുറ വരുന്നു. അടുത്ത തലമുറ വരുന്നെങ്കിലും ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല ശ്രീ സയ്യാർ നീലകണ്ഠൻ. രാഹുൽ ഗാന്ധിയെക്കാളും 2 വയസ്സ് കുറവുള്ള യോഗി ആദിത്യനാഥിനെ പോലുള്ള നേതാക്കൾ ഞങ്ങളുണ്ട്, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ ശ്രീ ജോൺ ബ്രിട്ടാസും അതെ, ശ്രീ സയ്യാർ നീലകണ്ഠനും അതെ, ഹാഷ്മി അതെ പറയുന്നുണ്ട്. TDP ഉണ്ട് അല്ലേ, എന്താണ് പിന്നെ വേറെ ആരുണ്ട്, അങ്ങനെ ഒടിഞ്ഞ 2 കാലഘട്ടം തുടക്കത്തിലും പറഞ്ഞു എന്താണ് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതെയൊക്കെ ഭരിക്കേണ്ടുന്ന ഗതികേടിലാണെന്ന്. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഞാനത് ചോദിച്ചോളട്ടെ ബ്രിട്ടാസെ, ഞാനൊന്ന് പറഞ്ഞോളട്ടെ. ഹാഷ്മി ഞാൻ പറഞ്ഞ ഈ CPM-ന് കേരളത്തിലെങ്കിലും സ്വന്തം നിലയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ CPM കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞത് അതിശക്തമായ തിരിച്ചുവരവ്, ഗംഭീര തിരിച്ചുവരവെന്നാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും സ്വന്തം നിലയ്ക്ക് അധികാരം നേടാൻ 71 സീറ്റ് കേവല ഭൂരിപക്ഷം നേടി അധികാരം നേടാനുള്ള ത്രാണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല, CPM-ന് ഇല്ല. നിങ്ങളാണ് ഞങ്ങളെ നോക്കിയിട്ട് 240 സീറ്റേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത്. കുറച്ച് കഷ്ടമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. ശരിയായിരിക്കും, TDP-യുടെ നേതാവ് ചന്ദ്രബാബു നായിഡു ഞങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇന്നൊരു മുന്നണിയുടെ താഴെ പോയിരിക്കുന്നുണ്ടല്ലോ, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തില്. ആ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയാണ് ഇവിടെ വന്നിട്ട് പിണറായി വിജയൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ട് പോയത്. ആ കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതാവായ K. സുധാകരൻ പിണറായി വിജയനെ വിളിക്കുന്ന വാക്കുകളും പേരുകളും ഒക്കെ ഞാൻ അങ്ങേയൊന്ന് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ എന്ന് അങ്ങൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ശരിയാണ്, ഫൈസാബാദിൽ ഞങ്ങൾ തോറ്റു. ഫൈസാബാദിൽ ഞങ്ങൾ തോൽക്കുമ്പോഴും അയോധ്യയിൽ ഞങ്ങൾ ലീഡ് ചെയ്തിട്ടുണ്ട്. അയോധ്യ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇപ്പോഴും BJP-ക്ക് തന്നെയാണ് ലീഡ് ഉള്ളത്. എന്താ ഞാൻ എല്ലാ വിഷയത്തിനും ഒന്നൊന്നായിട്ട് ഞാൻ മറുപടി പറയല്ലേ. ജയ് ശ്രീറാം എന്നുള്ള എന്താണ് പ്രാർത്ഥനാ മന്ത്രത്തെ നിങ്ങൾ രാഷ്ട്രീയ മുദ്രാവാക്യമാക്കിയെങ്കിൽ ആ രാഷ്ട്രീയ മുദ്രാവാക്യം അതോടുകൂടി പ്രധാനമന്ത്രി പിന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ യുവരാജ്. ഇനി മണിപ്പൂർ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രാജ്കുമാർ ദേവേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്കറിയാമോ? ഇന്നലെ പാർലമെന്റിൽ ആയിക്കോട്ടെന്നേ, ഞങ്ങളല്ലേ ഭരിക്കുന്നത്, അല്ലാണ്ട് നിങ്ങളൊന്നും അല്ലല്ലോ ഭരിക്കുന്നത്. മണിപ്പൂർ വിഷയത്തിലേക്ക് നമുക്ക് പോണ്ടേ. രാജ്കുമാർ ദേവേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഒരാളെ അറിയാമോ ശ്രീ ജിൻഡോ താങ്കൾക്ക്? താങ്കളുടെ മുഖ്യമന്ത്രിയായിരുന്നു മണിപ്പൂരിൽ. താങ്കളുടെ MP-ക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. 1993 അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് 750 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. താങ്കൾക്ക് ഞാൻ സൺഡേ ഗാർഡിന്റെ ഒരു റിപ്പോർട്ട് അയച്ചു തരാം. 2004 മുതൽ 2015 വരെ 5500 പേരാണ് മണിപ്പൂരിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇറോം ശർമ്മ എന്തിനായിരുന്നു അവിടെ സമരം ഇരുന്നത്? CPM ഉൾപ്പെടെ അവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ സംസാരിക്കില്ലേ? ഏതോ കാലത്തെ കാര്യങ്ങൾ പറയല്ലേ? മണിപ്പൂർ ഇപ്പൊ കത്തുക, മണിപ്പൂർ ഇപ്പൊ കത്തുക. നമ്മുടെ പ്രധാനമന്ത്രി ജസ്റ്റ് ഒരൊറ്റത്തവണ അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഏതോ കാലത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? മണിപ്പൂർ ഇപ്പോഴും കത്താണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പോലും അങ്ങോട്ടൊന്നും പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. ഇന്നലെ അവിടുത്തെ MP പറയുകയാണ് ഞങ്ങളുടെ 65,000 മനുഷ്യർ ഡിസ്പ്ലേസ്ഡ് ആയി, ഞങ്ങൾ നരകിക്കുകയാണെന്ന് വാ എന്ന് വിളിക്കുകയാണ്. ഏതോ കാലം പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? 2016 വരെയും മണിപ്പൂർ കത്തുകയായിരുന്നു. അപ്പൊ ഇനിയും കത്തിക്കോട്ടെന്നാണോ? ശരി, ബ്രിട്ടാസ്
ബ്രിട്ടാസ് എന്തോ പറഞ്ഞു. ഹാഷ്മി 6 പതിറ്റാണ്ട് സർ, ഇനിയും കത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണോ? അതായത് അവിടെ നടക്കുന്നത് ഗോത്രങ്ങൾ 2016 കത്തുകയാണ്, അപ്പൊ ഇനിയും കത്തട്ടെ എന്നാണോ BJP പറയുന്നത്? കഷ്ടമാണ്. അവിടെ അധികാരത്തിൽ കയറിയതിന് ശേഷം 2023 കലാപം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള അവസ്ഥ നിങ്ങളൊന്ന് എടുത്ത് നോക്കി നോക്കണം. 2017 പൂജ്യമാണ് കൊല്ലപ്പെട്ട, 2018 പൂജ്യമാണ് ആൾക്കാരുടെ എണ്ണം. മണിപ്പൂരിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് കാര്യമായിട്ട് ക്രിയാത്മകമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ BJP മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുറിച്ച് പറയാനുള്ള യാതൊരു അവകാശവും ഇല്ല. ശരി, ആർക്കില്ല. ബ്രിട്ടാസ് അതെ, ഞാൻ ക്വിക്കായിട്ട് വരാം. കാരണം വെച്ചാൽ അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾ. സോമനാഥ് ചാറ്റർജിയെ കുറിച്ച് CPM-ന്റെ പാർട്ടി സെക്രട്ടറി, സ്പീക്കറെ സ്വാഭാവികമായിട്ടും CPM നിയോഗിച്ചതാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ഇപ്പൊ ബിർളയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് BJP അല്ലേ? പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണ്? സോമനാഥ് ചാറ്റർജി സ്പീക്കറായിരിക്കുന്ന സമയത്ത് അൺഫെയർ ആയിട്ട് എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? സ്വീകാര്യനായിരുന്നു, ഏവർക്കും BJPക്ക് ഏറെ സ്വീകാര്യനായ ഒരു സ്പീക്കറായിരുന്നു. അദ്ദേഹത്തിന്റെ സഭയിലെ നടപടികളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പാർട്ടിയുടെ ഡിസിപ്ലിൻ വേറെ, അതിനെക്കുറിച്ച് യാതൊരു തർക്കമില്ല. ഉദാഹരണം പറഞ്ഞാൽ കോൺഗ്രസിന് സ്പീക്കേഴ്സ് ആയിരുന്ന ബൽറാം ജാക്കറും ശിവരാജ് പാട്ടീലൊക്കെ പിന്നീട് വേറെ പദവികൾ അവരെ അലങ്കരിച്ചിട്ടില്ലേ? ഇവിടുത്തെ പ്രശ്നം അവർ പാർട്ടിയുടെ നോമിനിയാണോ എന്നുള്ളതല്ല, അവർ സഭയിൽ എങ്ങനെയാണ് പെരുമാറുന്നത്. രണ്ടാമത്തെ കാര്യം, CPM-ന് ഞങ്ങൾ ചെറിയ പാർട്ടിയാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കോൺഗ്രസുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി കേരളത്തിൽ CPM-ന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടോ എന്നുള്ളത്. പതിറ്റാണ്ടുകളായി കേരളത്തിലെ മുന്നണി രാഷ്ട്രീയമാണെന്നുള്ളത് എൻ്റെ ഇളയ സ്നേഹിതനെ അറിഞ്ഞുകൂടെ? അപ്പൊ അതൊന്നും ഇവിടുത്തെ ഇന്നത്തെ പാർലമെന്റിലെ ചർച്ചയുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ പ്രസംഗവുമായി ബന്ധപ്പെട്ടോ ഇന്നത്തെ ചർച്ചയിലേക്ക് വരുമ്പോൾ വിഷയങ്ങളല്ല. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഇന്ന് റിസർവേഷനെ കുറിച്ചാണ് മോഡി ഏറെ വാചാലനായത്. എൻ്റെ ഹാഷ്മി, മോഹൻ ഭഗവത്തിന്റെ 2 പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ റിസർവേഷൻ പുനഃപരിശോധിക്കേണ്ട സമയമായിന്ന് 2015-ലും 2019-ലും ഒക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞില്ലേ ആരാണ് ഈ റിസർവേഷനെതിരെ എന്നുള്ളത്. ഇന്ന് മണ്ഡല കമ്മീഷനെ കുറിച്ച് മോഡി പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്നു. VP സിംഗ് മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയപ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ കലാപരൂപത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത് BJP അല്ലേ? ആ ഗവൺമെന്റിനെ താഴെ ഇറക്കിയത് BJP അല്ലേ? രാജീവ് ഗോസ്വാമി എന്നുള്ള ഒരു ചെറുപ്പക്കാരനെ യഥാർത്ഥത്തിൽ കത്തിച്ചു എന്നുള്ളതല്ലേ പിന്നീട് തെളിഞ്ഞത്? ഞാനന്ന് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനാണ്, 989-ലെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ സ്വമേധയല്ല, എന്നെ മറ്റുള്ളവർ കത്തിക്കുകയായിരുന്നു എന്നുള്ളതല്ലേ പറഞ്ഞത്. ആ രാജീവ് ഗോസ്വാമിയുടെ കത്തിച്ചതല്ലേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന BJP-ക്കാരും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ. എന്നിട്ട് ഇന്ന് റിസർവേഷനെതിരാണ്, നെഹ്റു എതിരായിരുന്നു എന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ റിസർവേഷനും RSS തമ്മിലുള്ള ബന്ധം എന്താണെന്നും റിസർവേഷനോട് എങ്ങനെയാണ് RSS പെരുമാറുന്നുള്ള കാര്യമൊക്കെ നമുക്കറിയില്ലേ? ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാം. അതായത് നരേന്ദ്രമോദി 6 തവണ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആ സത്യവാചകത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമുണ്ട്. I will do right to all manner of people in accordance with constitution and law without fear or favor, affection or ill will. ഇങ്ങനെ 6 തവണ, 3 തവണ മുഖ്യമന്ത്രിയായും 3 തവണ പ്രധാനമന്ത്രിയുമായി സത്യപ്രതിജ്ഞ ചെയ്ത ഈ നരേന്ദ്രമോദി എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയിട്ടുള്ള പ്രചരണം? മുസ്ലിം വിഭാഗത്തിനെതിരെ നടത്തിയിട്ടുള്ള പ്രചാരണ ഘോഷം എന്തായിരുന്നു? അവരെ എന്തൊക്കെയാണ് വിളിച്ചത്? പെറ്റുകൂട്ടുന്നവർ, നുഴഞ്ഞു കയറുന്നവർ, എന്താണ് വിളിക്കാത്തത്? അവർ ഹിന്ദുക്കളുടെ മംഗലസൂത്രം മോഷ്ടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർ. ഈ രീതിയിലല്ലേ 6 തവണ സത്യപ്രതിജ്ഞ ചെയ്തൊരു പ്രധാനമന്ത്രി? ഇതൊക്കെയല്ലേ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ നന്ദിപ്രമേയ ചർച്ചയിലെ പാർലമെന്റിലെ പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിയത്? സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി എന്താ ചെയ്യേണ്ടത്? പാർലമെന്റിന്റെ തലത്തിൽ വന്ന ചർച്ചയെക്കുറിച്ച് യഥാർത്ഥ അദ്ദേഹം പ്രതികരിക്കുകയല്ലേ ചെയ്യേണ്ടത്? അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും പ്രതികരിക്കാതെ അദ്ദേഹം അടിയന്തരാവസ്ഥയിലേക്ക് പോയി. അടിയന്തരാവസ്ഥ സമയത്ത് ശ്രീമതി ഗാന്ധിക്ക് മാപ്പപേക്ഷ നൽകിയ ദേവറസിന്റെയും വാജ്പേയിയുടെ ചരിത്രമൊന്നും എൻ്റെ BJP വക്താവ് ഓർമ്മിപ്പിക്കരുത്. അതുകൊണ്ട് പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയോട് സർഗാത്മകമായിട്ട് നിങ്ങൾ പ്രതികരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ കർത്തവ്യം. അതിന് പകരം അവിടെ നടന്ന ചർച്ചകളെ മുഴുവൻ വിസ്മരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ കവലപ്രസംഗം നടത്തി മുമ്പോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. നീലകണ്ഠൻ പോയ സഭാകാലങ്ങൾ ഓർത്തു നോക്കൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി മോദി 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 വിളികൾ ഉയരുന്നില്ല, ഹർ ഹർ മോദി എന്ന മുദ്രാവാക്യം ഉയരുന്നില്ല. മറിച്ച് ഇന്നലെ കേട്ടത് രാഹുൽ 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 എന്ന
ടേബിളിലടിച്ച ശബ്ദങ്ങൾ, നരേന്ദ്രമോദിയുടെ പരിഹാസങ്ങൾക്ക് പോയ പോലെ കൂട്ടച്ചിരി ഉയരുന്നില്ല. ആരും ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് അവിടെ പിന്നിൽ ബോറടിച്ച മട്ടിൽ നിശ്ചേഷ്ടരായിരിക്കുന്നതല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കാൻ പോലും ഒരു MP ഇന്ന് ആ പ്രസംഗവേദിയിൽ കണ്ടില്ല. പ്രകടമായ മാറ്റമുണ്ട് ആംബിയൻസിൽ. സിആർ, തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം, മോഡിക്ക് വേണ്ടി വാദിക്കാൻ BJP അല്ലാതെ സഖ്യകക്ഷികൾ ആരും വന്നില്ല എന്നത് വളരെ പ്രത്യേകമാണ്. ഒന്നാമത്തെ കാര്യം. നേരെ മറിച്ച് രാഹുലിന് വേണ്ടി വാദിക്കാൻ ഇന്ത്യ മുന്നണിയിൽ ഏതാണ്ട് എല്ലാ സഖ്യകക്ഷികളും ഏതാണ്ട് ഒരുപോലെ വന്നു എന്നത് ഒരു ചരിത്ര സത്യമാണ്. ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ നയപരമാണ് പ്രശ്നം, രണ്ട് കക്ഷികൾ തമ്മിൽ വഴക്കുണ്ടായെന്നല്ല, മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കണം എന്ന് പറയുന്ന ആളാണ് TDP നേതാവ്. അതുപോലെ ജാതി സെൻസസ് നടപ്പാക്കണം എന്ന് പറയുന്ന ആളാണ് JDU. ഇതൊക്കെ ഒരു വിഷയമായിട്ട് വന്നാൽ ഇതെങ്ങനെ നേരിടേണ്ടി വരും എന്നുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ വിഴുങ്ങാം. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. യോഗി ആദിത്യനാഥാണ് മോഡിയുടെ പിൻഗാമി. നല്ലതാ, അങ്ങനെ തന്നെ പറയണം. ഇപ്പോൾ UP-ക്കാർ ഏതാണ്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്താ അതിൻ്റെ കാര്യമെന്ന്. അങ്ങനെയുള്ളവർ തന്നെയാണ് മോഡിക്ക് പിൻഗാമിയായി വരേണ്ടത്. കാരണം അടൽ ബിഹാരി വാജ്പേയിയെ പോലെ ഒരാളിപ്പോൾ BJP-യിൽ ഇല്ല. മര്യാദയ്ക്ക് കാര്യം സംസാരിക്കാൻ ഒരാളില്ല. അമിത്ഷായുണ്ട്. ഞാൻ പറഞ്ഞത് സത്യസന്ധമായി അടൽ ബിഹാരി വാജ്പേയി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. ആ പഴയ ഫയലൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. പ്രതിപക്ഷ നേതാവായി അടൽ ബിഹാരി വാജ്പേയി സംസാരിക്കുമ്പോൾ മൻമോഹൻ സിംഗോ നരസിംഹറാവോ അതുപോലുള്ള നേതാക്കൾ എങ്ങനെയാണ് പെരുമാറിയിരുന്നത് അത് പഠിക്കാൻ, അല്ലെങ്കിൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ മറുപക്ഷത്തുള്ള പ്രതിപക്ഷങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയത്, അത്രയെങ്കിലും BJP നോക്കണ്ടേ. കാരണം ഇപ്പോൾ BJPയുടെ ജനറേഷൻ മാറി. ഇത് അദ്വാനിയെയും അല്ലെങ്കിൽ അദ്വാനിയെ പോലും തള്ളിക്കളയുന്ന ഒരു ജനറേഷനിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ബ്രിട്ടിലാണ് എന്ന് ഞാൻ പറയും. കാരണം ഹിന്ദുത്വത്തിൻ്റെ മാത്രം ബേസിലാണ് നിൽക്കുന്നത്. വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു, അഴിമതിയുടെ കാര്യം പറഞ്ഞു, നീറ്റ് എന്നൊറ്റ കാര്യം പറഞ്ഞാൽ പോരെ. നീറ്റ്, ലക്ഷക്കണക്കിന് കുട്ടികൾ എവിടെ പോയി? പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞു നീറ്റിനെ കുറിച്ച്, ലക്ഷക്കണക്കിന് കുട്ടികളെക്കുറിച്ച്, ഇവിടുത്തെ ഭാവിയെക്കുറിച്ച്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നവും. യുവാക്കളോടുള്ള, വരുന്ന തലമുറയോടുള്ള അദ്ദേഹത്തിൻ്റെ നിഷേധം. അതുതന്നെയാണ് രാഹുൽ ഗാന്ധിയോടുള്ള അത് കണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ രേവന്ത് റെഡ്ഡി വന്നാലും, അല്ലെങ്കിൽ അഖിലേഷ് യാദവ് വന്നാലും, അല്ലെങ്കിൽ സച്ചിൻ പൈലറ്റ് വന്നാലും, എല്ലാ സംസ്ഥാനത്ത് പുതിയ പുതിയ നേതാക്കൾ പല പാർട്ടികൾക്ക് വളർന്നു വരുന്നുണ്ട്. പക്ഷെ BJP-യിൽ മാത്രം നമുക്ക് യോഗി ആദിത്യനാഥിൽ അവസാനിക്കുക കഥ. ശരി ജിൻഡോ, അപ്പോഴും അഗ്നിവീറിലൊന്ന് പിഴച്ചു. ആ പിഴവ് രാഹുൽ ഗാന്ധിയെ പോലെ അദ്ദേഹത്തിന്റെ ഡിബേറ്റ് പ്രസംഗത്തിൽ, ആദ്യ പ്രസംഗത്തിൽ ഒഴിവാക്കേണ്ട പിഴവായിരുന്നു ജിൻഡോ. അല്ല ഹാഷ്മി, ഇതിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് വാക്കുകളിൽ എന്തെങ്കിലും സൂക്ഷ്മത കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും അതിന് ഉൾക്കൊള്ളാനും ശേഷിയും വലിപ്പമുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രസംഗങ്ങളിലും അതിനുശേഷം ഒക്കെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ കണ്ടറിയാം. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധിയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇവർ സ്വീകരിക്കുന്ന നിലപാടാണ് വലിയ പ്രയാസം. രാഹുൽ ഗാന്ധി ഉന്നയിച്ച അഗ്നിവീർ എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ തന്നെ മണിപ്പൂർ പറഞ്ഞില്ല, അല്ലെങ്കിൽ നീറ്റിനെ കുറിച്ച് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ അദാനിയുടെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞില്ല, അദാനിക്ക് ഈ രാജ്യം വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നില്ല. ഈ രാജ്യത്തെ സമസ്ത മേഖലയിലും കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഭരണകാലത്തുണ്ടായ കെട്ടുകാര്യസ്ഥയും ആളുകൾക്കുണ്ടായ ദ്രോഹങ്ങളെക്കുറിച്ചും പറഞ്ഞപ്പോൾ അതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ ഇത്തരം ചില കാര്യങ്ങളിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുന്നത് അദ്ദേഹത്തിന് മറുപടി പറയാൻ അറിയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ യുവരാജ് ഗോകുൽ തന്നെ പറയുന്നത് മണിപ്പൂരിൽ ഏറ്റവും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ നടത്തിയത് BJP ആണെന്നാണ്. അതിപ്പോൾ ഏകദേശം ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഏറ്റവും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. കാരണം യുദ്ധവീരന്മാരുടെ, പട്ടാളക്കാരുടെ പേരിൽ, അവരുടെ പേരിൽ വോട്ട് നേടി അധികാരത്തിൽ വന്ന ഒരു സർക്കാരിൻ്റെ കാലത്താണ് കാർഗിൽ യുദ്ധവീരൻ്റെ ഭാര്യയെ പൂർണ്ണ നഗ്നയാക്കി നടത്തുമ്പോൾ അത് കണ്ടിട്ട് ഒന്ന് കണ്ണിറുക്കി അടയ്ക്കാൻ പോലും ശേഷിയില്ലാത്ത, കരുണയോടെ ഒന്ന് നോക്കാൻ പോലും, അവർക്കൊന്ന് കാതു കൊടുക്കാൻ പോലും കഴിയാത്ത ആൾ ദൈവത്തിൻ്റെ പേരാണ് നരേന്ദ്രമോദി. മണിപ്പൂരിനെ കുറിച്ച് എന്താ പറയാത്തത്? മണിപ്പൂരിനെ കുറിച്ച് ഈ നിമിഷം വരെ പറഞ്ഞില്ലല്ലോ. അദ്ദേഹം മണിപ്പൂരിലേക്ക് ഈ നിമിഷം വരെ കടന്നു ചെന്നിട്ടുണ്ടോ? മണിപ്പൂരിൽ നിന്നുള്ള MP പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദി താടയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നതല്ലാതെ മണിപ്പൂരിലേക്ക് കടന്നു ചെന്നിട്ട് നിങ്ങളുടെ വിലാപങ്ങൾക്ക് ഞാൻ കാതു തരുന്നു എന്ന് പറയാൻ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീരുവിൻ്റെ പേരാണ് നരേന്ദ്രമോദി. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം മുതൽ നാളിതുവരെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു പോരാട്ടവും നടത്താത്ത, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു തുള്ളി വിയർപ്പ് പോലും ഒഴുക്കാത്ത ആളുകളാണ് സംഘപരിവാറും BJP-യും RSS-ഉം. അവർക്കെന്നും ഈ ഹിന്ദുത്വയുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ വ്യാജ നിർമ്മിതികളിൽ സ്യൂഡോ ഹിന്ദുത്വയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. ശരി യുവരാജ്, അവസാന മിനിറ്റുകളാണ്, താങ്കൾ പറഞ്ഞു പൂർത്തിയായിക്കോളൂ. താങ്കൾക്കാണ് ഭരതവാക്യം. ജിൻഡോ, ഹിന്ദുക്കളോട് ഇത്രയും സ്നേഹമാണെന്നുണ്ടെങ്കിൽ 1990-കളിൽ അവിടെ കാശ്മീരിലെ ഹിന്ദുക്കൾ മുഴുവൻ കൊല്ലപ്പെടുകയും അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ് എന്ത് ചെയ്യായിരുന്നു? ഞാൻ നേരത്തെ ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞല്ലോ, മണിപ്പൂരിലെ 753 പേര് കൊല്ലപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി മറുപടി പറയണ്ട, ആഭ്യന്തരമന്ത്രിയെങ്കിലും മറുപടി പറയണ്ടേ പാർലമെന്റിൽ? ഇല്ല.
ആഭ്യന്തര സഹമന്ത്രി എഴുന്നേറ്റ് പാർലമെന്റിൽ 2 വരി പറഞ്ഞിട്ട് പോയി. ഇതാണ് നിങ്ങളുടെ മണിപ്പൂരിൽ ഇടപെട്ടതിന്റെ ചരിത്രം. ജനങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് തൃശ്ശൂരിൽ ഉൾപ്പെടെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ മണിപ്പൂരിലെ പ്രശ്നത്തിൽ തൃശ്ശൂർ ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. മണിപ്പൂരിലെ പ്രശ്നത്തിൽ തൃശ്ശൂർ ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല യുവരാജ്. മണിപ്പൂരിൽ ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് മണിപ്പൂരിൽ നിങ്ങൾ തോറ്റത്. നിങ്ങൾ മണിപ്പൂരിൽ തോറ്റത് മണിപ്പൂരിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. മണിപ്പൂരിലെ പ്രശ്നത്തിന് തൃശ്ശൂര് ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്ത ചോദിക്കാം. നിങ്ങൾ പാർലമെന്റിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന അതേ ശൈലി പറയല്ലേ മണിപ്പൂരിലെ കാര്യത്തെ അല്ല മണിപ്പൂരിലെ കാര്യത്തിന് തൃശ്ശൂര് ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല, മണിപ്പൂരിൽ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ കേരളത്തിലാണ് മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും അധികം പ്രചരണം നടത്തിയതെന്നേ. നിങ്ങൾ കേരളത്തിലാണ് മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും അധികം പ്രചരണം നടത്തിയത്. അത് ഇവിടെ പോലെ ഏറ്റില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാ മണിപ്പൂർ നിങ്ങൾ തോറ്റുപോയെ? മണിപ്പൂർ പിന്നെ നിങ്ങൾ എങ്ങനെയാ പ്രചരണം നടത്തിയില്ലെങ്കിൽ? അടിയന്തരാവസ്ഥക്കെതിരെ JP നാരായണൻ ലോക് സംഘർഷ് സമിതി ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ അതിന്റെ മുന്നിൽ നിന്ന് അല്ല പറയൂ. ഞങ്ങൾ ഇന്ത്യയിൽ 543 സീറ്റിലേക്കാണ് ജിൻഡോ മത്സരിച്ചത്. നിങ്ങൾ 13 സംസ്ഥാനത്ത് 0ആണ്. നിങ്ങൾ ഇന്ത്യ മുഴുവൻ നടന്ന് പറഞ്ഞില്ലേ? ആരെങ്കിലും കേട്ടോ? ഇല്ലല്ലോ. നാണം വേണ്ടേ ജിൻഡോ ഇങ്ങനെ തോറ്റിട്ട് വന്നിരുന്നിട്ട് എന്തോ ജയിച്ച പോലെ സംസാരിക്കാൻ വേണ്ടിട്ട്? അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഒരു ബാലകുട്ടിയാണെന്ന്. തോറ്റു എന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാണ് ജയിച്ചു എന്ന് പറഞ്ഞിട്ട്. ചർച്ചകൾ നടക്കട്ടെ. എന്തായാലും ചർച്ചകൾ നടക്കട്ടെ. വീറോടും വാശിയോടും കൂടി ചർച്ചകൾ നടക്കട്ടെ. ചർച്ചകൾ തന്നെയാണല്ലോ ജനാധിപത്യത്തിന്റെ കാതൽ. എന്താണ് ഈ പറയുന്ന ഭരണഘടനയാണല്ലോ നമ്മുടെ ആയുസ്, നമ്മുടെ പ്രാണവായു. ഒരിക്കൽ കൂടി പറയുന്നു, വാഴട്ടെ ഈ ഭരണഘടന. എൻകൗണ്ടർ പൂർണ്ണ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.